നമസ്കാരം. ഇന്ന് ജനുവരി 2, മന്നം ജയന്തി പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ അവധി നൽകിയ ദിവസം. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ എന്നിവയ്ക്ക് അവധി നൽകുന്നതിന് ഏത് ഭരണഘടനാ ആർട്ടിക്കിളാണോ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാവോ? നമ്മുടെ ഭരണഘടനയിൽ സാമൂഹ്യ സാംസ്കാരിക പരിഷ്കർത്താക്കളായ വലിയ വലിയ വ്യക്തിത്വങ്ങൾ ചെയ്ത സേവനത്തിനും അവരുടെ നന്മയ്ക്കും ഓർമ്മ നിലനിർത്തുന്നതിനും ആദരവ് സൂചിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അവരെ ഓർമ്മിച്ചുകൊണ്ട് ജയന്തികളും ചരമദിനങ്ങളും ഒക്കെ ആഘോഷിക്കുന്നതിനും ആചരിക്കുന്നതിനും അതേപോലെ തന്നെ അവധി പ്രഖ്യാപിക്കുന്നതിനും നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് ആർട്ടിക്കിൾ 72, ആർട്ടിക്കിൾ 166, ആർട്ടിക്കിൾ 51A, 51A H, F എന്നീ ഉപവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന 7th ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉന്നതരായ സാമൂഹ്യ സേവന പരിഷ്കർത്താക്കളുടെ ജയന്തികൾ ആചരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ചരമദിനങ്ങൾ ആചരിക്കുന്നതിനും അവധി പ്രഖ്യാപിക്കുന്നതിനും ഗവൺമെന്റ് ഓർഡറുകൾ ഇറക്കിക്കൊണ്ട് അനുവാദം നൽകുന്നത്. അവധികൾ വരാറുണ്ട്, നാം അവധികൾ വീട്ടിലിരുന്ന് ആചരിക്കാറുമുണ്ട്. പക്ഷെ അത് സ്വതന്ത്ര ഭാരതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥമായ ഭരണഘടനയിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വിവക്ഷ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതുപ്രകാരം മന്നം ജയന്തിയെ സംസ്ഥാന സർക്കാർ അവധിയായി പ്രഖ്യാപിച്ചത് ഏറ്റവും സ്തുത്യർഹമായ കാര്യമാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ 1878 ജനിച്ച് 1970 ദിവംഗതനാകുന്നത് വരെ ചെയ്തിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണങ്ങളെ കുറിച്ച് ഒരു എത്തിനോട്ടം അത്യാവശ്യമാണ്. ആ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് താഴ്ന്ന ജാതിയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് അവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമരങ്ങൾ നയിക്കുന്നതിനും വൈക്കം സത്യാഗ്രഹം പോലെയുള്ള സമരത്തിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ വലിയ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ്. അതിൻ്റെ ഫലമായി പല ആളുകളുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഫലമായാണ് പിന്നീട് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനം സംഭവിക്കുന്നതിനുള്ള ഓർഡിനൻസുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വലിയ സംഭാവനയായിരുന്നു അന്നത്തെ സർ CP-യുടെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുക, സമരങ്ങൾ നയിക്കുക, നായർ സമുദായത്തെ ഒന്നിപ്പിക്കുക, NSSനെ ഒന്നിപ്പിച്ച് ഒരു ഐക്യമുള്ള ഒരു സാമുദായിക സംഘടനയാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് സ്തുത്യർഹമായിരുന്നു. അങ്ങനെ ആദ്യമായി നായർ സമുദായത്തിന് വേണ്ടിയിട്ട് സംഘടനകൾ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ആദ്യമായി ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 1914 NSS എന്ന പ്രസ്ഥാനത്തെ ബീജാവാപം ചെയ്യിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ശ്രീനാരായണ ധർമ്മ സംഘത്തിന്റെ ഫൗണ്ടർ, അതായത് സ്ഥാപക നേതാവാണ്. NSSനെ ഉയർത്തിയെടുത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നായർ സമുദായത്തെ ഒരേ ചട്ടക്കൂടിൽ കൊണ്ടുവരുന്നതിന് സാധിച്ചു. ഉച്ചനീചത്വങ്ങളെ, സാമുദായിക ഉച്ചനീചത്വങ്ങളെ ഉച്ചാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാംസ്കാരിക ധാർമ്മിക ഉന്നതി ഉണ്ടാവുകയുള്ളൂ. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടണമെങ്കിലും വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കീഴ്ജാതികളോട് ചെയ്യുന്ന ഉച്ചനീചത്വങ്ങളെയും ക്രൂരതകളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു സാമൂഹ്യ പരിഷ്കരണം വേണമെന്ന ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് കേരളം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വളരെ ആദരണീയമായി കരുതാനുള്ള കാരണം. അദ്ദേഹം 1914 ആരംഭിച്ച ഈ NSS പ്രസ്ഥാനത്തിലൂടെ
സംഘടന ശക്തമായി എന്ന് മാത്രമല്ല, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 100-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കലാലയങ്ങൾ, ആശുപത്രികൾ, സാമൂഹ്യ സേവാ സംഘടനകൾ എന്നിവ വളർന്നു വന്നു എന്നുള്ളത് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ മാറ്റുകൂട്ടുന്ന ഒന്നാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ക്രിസ്ത്യൻ ചട്ടക്കൂടുകളിൽ നിർത്തിക്കൊണ്ട് മതവിഭാഗത്തിന്റെ ഒരു സാമൂഹ്യ പരിഷ്കരണമായി കണ്ടുകൊണ്ട് ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന അതേ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പന്ഥാവിൽ തന്നെയാണ് NSSും സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. സമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ, സമുദായ സംസ്കാര ഉന്നതിയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മറക്കാൻ കഴിയാത്തതാണ് NSSന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടുറപ്പും ഭദ്രതയും വളർച്ചയും. അതിന് അടിസ്ഥാന കാരണമായി മാറിയതാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും വിചക്ഷണ ബുദ്ധിയും ഒപ്പം തന്നെ കൃത്യമായി യാഥാസ്ഥിതിക സമ്പ്രദായങ്ങളുടെ മേൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, സേവനങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഭരണഘടനയിലെ ബഹുമാനം നൽകേണ്ട വ്യക്തികൾക്ക് ബഹുമാനം നൽകി ആദരിക്കുന്നതിനുള്ള വകുപ്പായ ആർട്ടിക്കിൾ 51A, 51A, F, H എന്നിവ വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിവേചന അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ജയന്തിയെ ഹോളിഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ആദരവ് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 72, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 166, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51A, G, A, F, H എന്നിവ സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്ര സർക്കാരുകളെയും ഇതേപോലെയുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ, പോളിസി ഡിസിഷൻസ് എടുക്കുന്നതിനെ സഹായിക്കുന്നു എന്ന്. അപ്പോൾ ഇനി ആരുടെയെങ്കിലും മഹത് വ്യക്തികളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ, ചരമദിനങ്ങൾ ആചരിക്കുമ്പോൾ, ഹോളിഡേകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭാരതീയൻ ഓർമ്മിച്ചിരിക്കേണ്ട ആർട്ടിക്കിളുകളാണ് ഭരണഘടനയിലെ ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ എല്ലാം എന്ന് കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. കേട്ടതിന് നന്ദി പറയുന്നു. നമസ്കാരം. Please like, share and subscribe for more videos.